അനു എവിക്റ്റഡ് ആണ്. ലാലേട്ട എനിക്ക് ആകെ പറയാനുള്ളത് ലാലേട്ട ഞാൻ കരയാനുള്ള എൻ്റെ വോയിസ് അങ്ങനെ ലാലേട്ട ഞാൻ കരയാറില്ല ലാലേട്ട. എവിടെ പോലെ ഒരു കരച്ചല്ലോ. പക്ഷെ അങ്ങനെയാണ് എൻ്റെ അനുകുട്ടി, അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ അതിന്? അങ്ങനെയാണ് ഞാനും ഇങ്ങനെ തന്നെയാണ് ഞാൻ. ജിസേലിന്റെ തിരുവാതിരക്കളി ഡാൻസ് ചെയ്യോ? ശരിക്കും അനു വന്നിട്ട് പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? ഒന്ന് എക്സാമ്പിൾ. ഇപ്പൊ നിങ്ങൾ അനുമോളെ എങ്ങനെ പ്രപ്പോസ് ചെയ്യാം? എൻ്റെ അമ്മ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ അനുവാണ് പറയൂ, ആര്യൻ ഐ ലൈക്ക് എന്ന് പറയാം. ഓക്കെ, ആര്യൻ ഐ ലവ് യു. പക്ഷെ എൻ്റെ ദൈവമേ, അവനൊരു വെസലിന്റെ കാര്യത്തിൽ എന്നെ ചൂണ്ടിക്കാണിച്ചെങ്കിൽ ഇപ്പോഴും ട്രോമ. Go, Sabu man. God, അനുവിടെ ഒരു ഗെയിം സ്ട്രാറ്റജി ഞാൻ റിവീൽ ചെയ്യാം. ഇറ്റ്സ് വെരി എക്സ്ക്ലൂസീവ്. നോ, ഐ ഹാവ് നോട്ട് ടോൾഡ് ദിസ് ടു എനിവൺ ടിൽ നൗ. ഞാൻ ആരോട് പറയാനും പോണില്ല. പക്ഷേ ആദില വിന്നറായ ഞാൻ വേണമെങ്കിൽ whatever you want I'll do. If Adila becomes the winner, I can bet on that 100%. അത്ര ഉറപ്പുണ്ട് ആദില വിന്നർ ആവില്ല. നല്ല ദേഷ്യം വന്നിട്ട് ചിലപ്പം ഒരെണ്ണം കൊടുക്കാൻ തോന്നിയേക്കാം. നമ്മൾ ചെയ്യത്തില്ലെങ്കിൽ പോലും നമ്മുടെ മൈൻഡിൽ എങ്ങനെ തോന്നാം, അതുപോലെ തോന്നിയൊരു മൊമെന്റ് ഉണ്ടോ? അനുമോളുടെ ആ കേസ്, ആ പുതപ്പിന്റെ സീൻ എനിക്ക് ഭയങ്കര വിഷമമായി ആ കാര്യത്തിൽ. വോട്ട് കൊണ്ട് മാത്രം പിടിച്ചേക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ അനുമോളിന് ഏതെങ്കിലും ടാസ്കിലോ ഇല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലും തോപ്പിക്കാൻ നോക്കിയാൽ അവളിങ്ങനെ ജയിച്ചോ അല്ല ഇപ്പം എന്താ? അപ്പം അതെന്തിൻ്റെ കോൺഫിഡൻസാ? അല്ലേ